അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാമ്പഴ പെരക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്പ്യാർ മാങ്ങയാണ് കേട്ടോ. ഇതിന് കുറ്റ്യാട്ടൂർ മാങ്ങ എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ മാങ്ങ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം സവോള കുനുകുനാന്ന് അരിഞ്ഞിടുക. പിന്നെ വേണ്ടുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതിനാവശ്യത്തിനുള്ള തേങ്ങയാണ്. അപ്പോൾ ഒരു കപ്പ് തേങ്ങ, 3 വറ്റൽമുളക് ചുട്ടെടുത്തത്, കുറച്ച് കടുക്. അപ്പം വറ്റൽമുളകും തേങ്ങയും കൂടി ഫൈനായി അരച്ചതിന് ശേഷം അതിലേക്ക് ആ കടുകും കൂടി ഇട്ട് 2 കറക്ക് കൂടി അങ്ങ് കറക്കി എടുത്ത് ശേഷം നമ്മൾ നമ്മുടെ മാങ്ങാ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടുന്നത് നമുക്കൊരു കടായി ഗ്യാസിൽ വെച്ച് വലിയ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളകിട്ട് കുറച്ച് കറിവേപ്പിട്ട് അതിനെ നമ്മൾ പെരക്കിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്താ നമ്മുടെ പെരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള പ്ലേറ്റിലേക്ക് ചോറങ്ങ് വിളമ്പി 2 കോവക്ക മെഴുക്ക് പുരട്ടി, 2 കഷ്ണം മീൻ പൊരിച്ചത്, പിന്നെ അങ്ങോട്ട് കുറച്ച് കറിവേപ്പ് അച്ചാറ്, പിന്നെ നമ്മുടെ ഈ മാങ്ങാപ്പരക്കും കൂടി അങ്ങ് ഒഴിച്ചങ്ങ് കൊടുത്ത് നന്നായിട്ട് 4 സാധനം കൂടി അങ്ങ് കൂട്ടിക്കുഴച്ച് കഴിച്ചാലുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാന്ന്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.